ഇപ്പോൾ ഐഫോൺ 7-ലൊക്കെ പിന്നെ ഐഫോൺ 7 സെറ്റുകളിലൊക്കെ ബസ്സിന് വരുന്ന സെറ്റുകളിലൊക്കെ എന്താ ചിലപ്പോൾ ഐഫോൺ 7, 8 പ്ലസ് 7 പ്ലസ് ഇതിലൊക്കെ എന്തുണ്ടാവും ഈ റീസ്റ്റാർട്ട് പ്രോബ്ലം വല്ലതും ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഇവിടുത്തെ കേബിളോണ്ടാവാം, ചിലപ്പോൾ ഡിസ്പ്ലേനോണ്ടാവും. ഡിസ്പ്ലേനോട് വരുന്നത് ആണെങ്കിൽ ഈ ഫിംഗറിൻ്റെ കേബിൾ വരുന്നുണ്ട്. ആ കേബിൾ കൊണ്ടും വരും, ഫിംഗർ പ്രിൻ്റ് കൊണ്ട് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഫിംഗറിൻ്റെ കേബിൾ കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറെ പഴയ ഡിസ്പ്ലേ എടുക്കാം. പഴയ ഡിസ്പ്ലേ എടുത്തിട്ട് ഇങ്ങനെ പൊളിക്കാം. ഇത് കംപ്ലൈൻ്റ് ആണ്, ഇങ്ങനെ പൊളിക്കാൻ കിട്ടും. ഇവിടെ ഇത് പൊളിച്ചിട്ട് നമുക്കിങ്ങനെ പഴമെന്ന് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് ഈ ഫിംഗറിൻ്റെ കേബിൾ വരുന്നത്. ഈ കേബിൾ കൊണ്ട് എന്ത് ചെയ്യും, റീസ്റ്റാർട്ട് പ്രോബ്ലം വരും. അപ്പം ഡിസ്പ്ലേ പൊതുവെ ചില ആൾക്കാർ ഡിസ്പ്ലേ മാറ്റി ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കിയാൽ മതി. ചൂടാക്കി എടുത്താൽ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ കൂടിയെടുക്കാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് പെട്ടെന്ന് ചെറിയ ഹീറ്റ് കൊടുത്താൽ ഇങ്ങനെ ഊരി കിട്ടും. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇട്ട് കൊടുക്കാനുള്ള ഡിസ്പ്ലേമേൽ ഇത് പൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കംപ്ലീറ്റ് ഡിസ്പ്ലേ തന്നെയാണ്, കാണിക്കാൻ വേണ്ടി എടുത്താണ്. ഇതിങ്ങനെ പൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടുത്തെ ഇതിൻ്റെ പഴയ കേബിളിൻ്റെ ഇവിടെ കട്ട് ചെയ്യുക. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ കട്ട് ചെയ്യാം. രണ്ട് ഭാഗവും കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇവിടെയും ഇവിടുത്തെ കേബിൾ കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വേറെ ഡിസ്പ്ലേ ഊരിയെടുത്ത കേബിൾ ഉണ്ടല്ലോ, അതിങ്ങ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒട്ടിച്ച് കൊടുക്കാം. ചെറിയ പശ ഇട്ടിട്ട്, സ്റ്റിക്കർ പശ എന്തെങ്കിലും ഉണ്ടാവും, ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഒട്ടിച്ച് കൊടുക്കാം. ഒട്ടിച്ച് കൊടുത്താൽ എന്തായി, ആ പ്രോബ്ലം സോൾവ് ആവും. അപ്പോൾ അറിയാത്തവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു അറിവായിക്കോട്ടെ, ഇതിൽ ചെയ്തതാണ്. ഓക്കെ, താങ്ക് യു.